ഇതാണ് കേട്ടോ നമ്മളെ വണ്ടി, ക്യൂൺ ട്രാവൽസ്. ഗുഡ് മോർണിംഗ് ഗൈസ്. പറയൂ. ഹുയ് 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 ഹുയ്. പോയോ? ഓക്കെ, ബൈ. നമ്മളൊക്കെ റെഡി ചെയ്തോ, അമ്മമാരൊക്കെ ഇനി റെഡി ആവാണ്ട് നമ്മളിനി പാക്ക് ചെയ്ത് മൂന്നാറിലോട്ടാണ്. നമ്മൾ ഇന്നലെ ഞാൻ ഇന്നലെ നിങ്ങളെ മറ്റേ ബസ്സിൻ്റെ ഇത് കാണിച്ചില്ലായിരുന്നു. നമ്മൾ ഏത് വണ്ടിയിലാണ് വന്നതെന്നുള്ളത് ഞാൻ കാണിച്ചില്ലായിരുന്നു, മറന്നുപോയി. അതെന്തായാലും ഞാൻ ഇന്ന് കാണിച്ചു തരാം. നൈസൊരു വണ്ടിയാണ്, നൈസ് ചേട്ടന്മാർ വരുന്നു നമ്മുടെ കൂടെ, ഡ്രൈവേഴ്സായിട്ട് വന്നതൊക്കെ. അപ്പോൾ അവരെ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ബാഗ് ഞാൻ ഇവിടെ പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഓരോരുത്തന്മാരെ വേണ്ട, എല്ലാം മെസ്സായി കിടക്കുവാണ്, ഇനി പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഒരു മാറ്റത്തിന് വേണ്ടി ഞാൻ ദോശയും ചമ്മന്തി സാമ്പാർ, ഇടിയപ്പം, എന്തോടാ ദോശ നീ ദോശ സാമ്പാർ, ഇടിയപ്പം ദോശയും അല്ല, ദോശയല്ല സോറി പൊറോട്ട. സോ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് ആ ദോശ സാമ്പാറും നല്ല അടിപൊളിയായിരുന്നു. നീ എന്തോന്ന് ചോദിച്ചാ? ഇടിയപ്പം കൊള്ളായിരുന്ന? ദോശ സാമ്പാർ അടിപൊളി, മറ്റേ തട്ടുകടയിൽ കിട്ടുന്ന ആ ടേസ്റ്റ് ഇല്ലേ, സീനി കൊള്ളായിരുന്നു. സോ ഗൈസ്, നമ്മളിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. ഞാൻ റൂം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മറന്നുപോയി. ഇതാണ് നമ്മളെ റൂം വരുന്നത്. 2 ബെഡായിരുന്നു കേട്ടോ. ഇത് മാസ്റ്റർ ബെഡ്, ഒരു ഇതെന്തോ പറയുക സിംഗിൾ ബെഡാ, എന്തോ സംഭവം. ഇതിൽ അത്യാവശ്യം സ്പ്രിങ് ഉണ്ട് കടാ, പക്ഷെ മറ്റേതിൽ അത്യാവശ്യം കട്ടിയാണ് കേട്ടോ. പക്ഷെ കൊള്ളായിരുന്നു, റൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഇവിടെ ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ബാത്റൂം വരുന്നത്, അത്യാവശ്യം ക്ലീനായിട്ടൊക്കെ ഉള്ള ബാത്റൂം ആയിരുന്നു. TV ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ എങ്ങനെ നോക്കി TV ഒന്നും വർക്കായില്ല, ഓണായില്ല TV. എനിവേ കംപ്ലൈൻറ്റ്സ് ഒന്നും പറയില്ല. അപ്പോൾ നമ്മളിവിടെ നിന്ന് എന്തായാലും ഒന്ന് ഇറങ്ങട്ടെ. ഞാൻ നിങ്ങളെ വണ്ടി കാണിച്ചു തരാം. അപ്പോൾ കേട്ടോ, ബൈ, പകല ഇതാ കിടക്കുന്നു നമ്മളെ വണ്ടി. ഇതാണ് കേട്ടോ നമ്മളെ വണ്ടി, ക്യൂൺ ട്രാവൽസ്. അത്യാവശ്യം നല്ല ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് കേട്ടോ. ഇറങ്ങിയോ ഊട്ടി എത്തി. അല്ല ഊട്ടിയല്ല, സോറി, കുണ്ടല ഡാം എത്തി. കുണ്ടല ഡാം 1/2 കിലോമീറ്റർ. എന്തിനാ വല്ലതും പറഞ്ഞ ബ്ലോഗർ? മുള്ള മുട്ടുന്നുണ്ടോ? തണുപ്പുണ്ട് പക്ഷെ നമ്മൾ ഇന്നലെ വന്നതിന്റെ അത്ര തണുപ്പില്ലല്ല. ഇന്നലെ എന്തിനായിരുന്നില്ല രാവിലെ, പകച്ചു പോയി ഗൈസ്. ചാടി പെട്ടെന്ന് എക്സസൈസ് ചെയ്ത് തരാം. ഇങ്ങനെ വെച്ചാൽ മതി. കമോൺ. കൊള്ളാല്ലേ ഗൈസ്? വേറെ കൃഷിയുടെ ജിംബോഡി കേട്ടോ. മസിലടിച്ചിട്ട് കണ്ണാടി ഉള്ളവരെല്ലാം ഒരുമിച്ചാ. കണ്ണാടി
ആണ് എല്ലാരും കണ്ണാടി ഉണ്ട് ഗൈസ്. ഇത് മറ്റേ അന്തരി വെക്കണത് ഏറ്റവും മുകളില് വീട് വെച്ച് താമസിക്കണം. ഇവിടെയാണോ? ഓക്കെ, ഒരു ഹോസ്പിറ്റലിൽ പോവാൻ പോലും പറ്റൂല. ചെക്കന്റെ കണ്ണാടി കണ്ടാ? വെള്ള കണ്ണാടി, വെള്ള ടീഷർട്ട്, ചെരുപ്പ് ആശ് ആശ്. ഗയ്സ് ഇതാണ് കുണ്ടല ഡാം. എടാ ഇത് എന്റേതല്ല, കൃഷിയുടെ സ്ഥലമാണ്. കൃഷിക്ക് അതിന്റെ മേളിൽ വീട് വെച്ച് ഒറ്റയ്ക്ക് താമസിക്കണം. അതെ കുണ്ടല. ആ കറക്റ്റ്. മിഡായി വിവാദം ഈ സ്ഥലത്തിനെ കുറിച്ച് ഇങ്ങനെ പറയണ. മറ്റേ പി പി ഇങ്ങനെ ആക്കുമ്പോ മറ്റേ കൊമ്പ് പോകണം. അവര് പറയുന്ന നോക്കുന്നേ. ഞാൻ ரொம்ப ജാസ്തി എന്ന് പറഞ്ഞപ്പോ ரொம்ப ജാസ്തിയാണെങ്കിൽ നീ ഞെക്കണ്ടം തക്കടിച്ചവരാണത്. ഇതാരും നിന്റെ അല്ലേ? ഇത് വേറെ സാധാ എഫക്റ്റ്. അന്നയുടെ കണ്ണാടിയാണ് കണ്ടാ. വാവ്, ഇത് സാധാ. ഓന് ഇവിടുന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് നിരങ്ങി പോവല്ലേ. ആ പിന്നെ ആ ചേട്ടൻ ഭയങ്കരമായിട്ട് വായി നോക്കണ്ടേ നിന്നെ അന്നേനെ. ഇനിയിപ്പം കൃഷിയുടെ ജിമ്മ് ബോഡി കണ്ടിട്ടാണ് എന്തോട്ടോ ആയിരിക്കും. വാവ്, എടാ ഇത് യുക്കാലിയാണ്. യുക്കാലി ഇങ്ങനെയാണ് ഇരിക്കണം. അതെ നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാ നീ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഗയ്സ് ആടുന്ന നമ്മൾ. ആ അയ്യോ പോയി 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 ഇപ്പൊ വരും ഇപ്പൊ വരും. നമ്മൾ പടക്കം വെച്ച് പൊട്ടി കുറച്ച് 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 കുറച്ച്. ഈ കയ്യിലൊന്നും വീണില്ല കേട്ടോ. അതീന്ന് എടു. അയ്യോ അത് പോയി, അത് വെറുതെ തറയിൽ പോയി. എടാ ഈ കയ്യിൽ നിന്ന് ഒന്നും വീണില്ലടാ. തറ വീഴ്ത്തേനെ എടുക്കേ. നീ അവരുടെ അടി. ഓ ഓ ചെവി അടിച്ചു പോയേ. ആ അത് ചെറുതായിട്ട് എവന്റെ റിയാക്ഷൻ കണ്ടാ? മറ്റേ ഗണപതി പോലെ തേങ്ങ അടിക്കുമ്പോ ചന്തിയറണത്. കുളിക്കടാ പോയി. എടാ നാനുണ്ടാടിയാ കൊച്ചിനെ തട്ടിപ്പറിച്ചോള്. കഷ്ടം. സാഡിസ്റ്റ്. ആടുന്നുണ്ടല്ലേ. ഡാമിൽ നിന്ന് ഇറങ്ങി ഗൈസ്. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ ഒരു താറ് വാങ്ങിച്ചു. ഈ താറിന്റെ റിവ്യൂ വീഡിയോ നമ്മളെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. ഇതല്ലേ ഇതിന്റെ പരിധി. അൺബോക്സിംഗ് ആണ് ഗൈസ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. അൺബോക്സിംഗ് അനൂപ്. ഓ കറക്റ്റ് ആയിട്ട് നിനക്കൊരു ഭാവി ഉണ്ട്. ആദ്യം അത് മൊത്തത്തിൽ വെളിയെടുക്ക്. ഇപ്പുറത്ത് കാണിക്ക്, സൈഡ് കാണിക്ക്. റിവീലിംഗ്. ഓക്കെ അങ്ങനെ കാണില്ലേ. അതങ്ങനെ വരില്ല. താഴെ ഒരു ലോക്ക് ചീഞ്ഞ് അല്ലടാ. ഇത് ഉരുട്ട്. അപ്പം ബാക്കിലോട്ട് വലിച്ചിട്ട് അതെ ബാക്കിലോട്ട് വലിക്കണം. ഇങ്ങ പിടിച്ചേ.
ഇടും. ആദ്യം നമ്മൾ ഇതിനെ ബാക്കിലോട്ട് വെക്കണം. ഇതിനെ വിടണം. ഈ ലൈറ്റ് കത്തിയില്ല. അയ്യോ ലൈറ്റ് കത്തുന്നില്ല. പറ്റിച്ച് അത് ഞാൻ വേറെ ലൈറ്റ് ഇതാണ്ട് ഡോറൊക്കെ ഓപ്പൺ ആകണം. ഓക്കെ, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. ഇവിടെ ഒരു കാര്യം കാണിച്ചു തരാം. കേരളയിൽ നിന്ന് വന്ന ബാക്കി എല്ലാ വണ്ടികളും കളർ കോഡ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുള്ള വണ്ടികളെല്ലാം നമ്മളെ വണ്ടി കണ്ടാ യുണീക്ക്. ചോറായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എക്കോ പോയിന്റിലാണ്. എക്കോ പോയിന്റ് വിളി വിളി ഉറക്ക വിളി. ഞാൻ എക്കോ പോയിന്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. കണ്ടത് ഇതാണ് എക്കോ പോയിന്റ് ഉണ്ടാ. ശ്രദ്ധിച്ചോട്ടെ ഇയർഫോൺ വെച്ചോ. ഒന്നും വന്നില്ല. അതാണ്. ഓ നന്നായിട്ട് ചെവി ഉള്ളവർക്ക് കേൾക്കാൻ പറ്റുള്ളൂ. കേട്ടില്ലേ. ഗോൾഡന്റെ ക്രോസ് ആണോ എന്തോ. ഇത് ഗോൾഡന്റെ നാടന്റെ ക്രോസ് ആണ്. അതെ എവിടെ പറഞ്ഞ പിന്നെ അപ്പുറം ഇല്ല. கோயில் கொண்ட சிலையாம் இல்லை கொத்து மலர் கொடியாம் திறனுக்கு உறவா இல்லை தென்றலுக்கு நிலவாம். இப்படிதான் பாடணும். ஆண்டவரை பத்தி தான் மிக மகிழ்ச்சியாக பாடணும். സൂപ്പർ മമ്മൂട്ടി പാട്ട് പാട പോறேன். இறைவனிடம் இந்த இறைவனிடம் கையேந்துங்கள், அவர் இல்லை என்று சொல்லுவதில்லை. அந்த இறைவனிடம் கையேந்துங்கள், அவர் இல்லை என்று சொல்லுவதில்லை. பொறுமையுடன் கேட்டு பாருங்கள், அவர் பொட்டி சட்டி மூடுவதில்லை. இல்லை என்பவன் ஈடு இல்லாத கருணை உள்ளவன். நன்றி மக்களே, நன்றி. உங்க பேர் என்னங்க? ആദിത്യ சூப்பர் பேர். അണ്ണാ പേര് കേരള ബേബി. ഞാൻ പറയാം കേരള ബേബി. എന്റെ സ്കൂൾ കേന്ദ്രങ്ങളിൽ നല്ലായിരിക്കണം, കടകളിൽ നല്ലായിരിക്കണം. ഈ ആർവിദ്യാവുക്ക് പാടി വിട്ടിരിക്കുന്നു, എനിക്ക് ഡോൺ വിട്ടിരിക്കുന്നു. നിങ്ങളെല്ലാം പോയി അങ്ങനെ പൈസ എടുക്ക പോന്നാൽ നിങ്ങളെ പിടിച്ച് ഉള്ളപ്പെടും. ഓഹോ, അങ്ങനെ മേലെ ഗ്രോൺ വിട്ടിരിക്കുന്നു. എന്റെ മുഖ്യമന്ത്രി നല്ലവരാ, എന്റെ മണിയച്ഛനും അതുപോലെ തന്നെ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ശരി, താങ്ക് യു. അയ്യോ, മമ്മൂട്ടിക്ക് വേണ്ടിയാണ് പാട്ട് പാടിയ. ഓ, എങ്ങളുടെ മമ്മൂട്ടി സാർക്ക് വേണ്ടി ഞാൻ പാട്ട് പാടുറെന്ന് പറഞ്ഞൊരു പാട്ട് പാടി. എന്തിനാണെന്ന്. സോ ഗൈസ്, സമയം ഇപ്പോൾ 12:17 PM അല്ല AM. നീ ഇപ്പുറത്താ മേക്കപ്പ് ഇടാത്തോണ്ട് അന്നേക്കൊരു നാണം ഗൈസ് വരാനായിട്ട്. അങ്ങനെ നമ്മൾ ഈ ദിവസത്തിൻ്റെ എൻഡിലേക്ക് വന്നേക്കുവാണ്. കുറേ സൈറ്റ് സീയിങ്ങും പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉള്ളത്. ആരും ഉറങ്ങുന്നില്ല. ഇപ്പം മണി 12:30 എന്തോ ആയി. 6:30 റെഡി ഇറങ്ങണമെന്നാണ്. ഇപ്പോൾ ഇതാ അവിടെ കാണിച്ചു തരാം. ദോ ഇന്ന് ഊന വിളിച്ചോണ്ടിരിക്കുക. നമ്മൾ രണ്ടുപേരും ആദ്യമേ ജയിച്ചു. ഞാൻ ഫസ്റ്റ്, സെക്കൻഡ്. അപ്പം നമ്മൾ സഫയർ ഹോട്ടലിലാണ് കേട്ടോ ഇന്ന് സ്റ്റേ. അവരുടെ ഹോട്ടലല്ല, അവർ സെറ്റ് ചെയ്ത് തന്ന വേറൊരു ഹോട്ടലാണ്. അവിടെ ആൾക്കാരൊക്കെ കൂടുതലായതുകൊണ്ട് നമ്മളിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. റൂം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒറ്റ ബെഡേ ഉള്ളൂ കേട്ടോ. 5 പേര് കിടക്കണം. മീൻ വെട്ടിയിട്ട് പോലെ കിടക്കണം 5 പേര്. ആര്? ഞാൻ തറ കിടന്നത് എൻ്റെ. ജസ്റ്റ് നമ്മൾ റൂം വേറെ സീനൊന്നും ഇല്ല. നമുക്ക് 5 പേര് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൂ. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നത് ബാത്റൂമാണ് കേട്ടോ. ഇത് നോക്കിയേ, ഇരുന്ന് കഴിഞ്ഞപ്പോൾ വെളിയിൽ നിൽക്കുന്ന ആൾക്ക് അകത്ത് ഇരിക്കുന്ന ആളെ കാണാം. അതാണ് ഒരു നെഗറ്റീവ് പറയാനുള്ളത്.
വേറെ സീനൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ.